അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഈ പഴയ കോസ്റ്ററും ഒരു കാർഡ്ബോർഡ് പീസും വെച്ച് എന്താ ഉണ്ടാക്കാൻ പോണേന്ന് നോക്കാം. ഞാൻ ശരിക്കും പഴയ 2 കോസ്റ്റർ വെച്ചാണ് ഞാൻ ഉണ്ടാക്കിയേക്കുന്നത്. പക്ഷേ ഇത് കാർഡ്ബോർഡ് പീസ് കൊണ്ട് ഇതുപോലെ കട്ട് ചെയ്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇനി ഞാൻ പഴയ കോസ്റ്ററിൻ്റെ ഒരു സൈഡിൽ ഗ്രീൻ കളർ വെച്ച് പെയിൻറ്റ് ചെയ്തു. അതേപോലെ തന്നെ ഈ പീസിലും ഞാൻ ഗ്രീൻ കളർ വെച്ച് പെയിൻറ്റ് ചെയ്യാൻ പോകും. ഇനി ഇത് കുറച്ച് നേരം ഉണങ്ങാൻ വയ്ക്കണം. ഇനി ഇത് രണ്ടും ഒട്ടിക്കണം. പക്ഷെ അതിന് മുമ്പ് നമുക്ക് ഹാങ് ചെയ്യാം. ഇതിൻ്റെ ഇടയിൽ ത്രെഡ് ഇടണം. അതിന് ഞാൻ പഴയ മാസ്കിൻ്റെ എലാസ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഇതിൽ കൂടുതലും ഓൾഡ് മെറ്റീരിയൽസ് റീയൂസ് ചെയ്യാനാണ് ശ്രമിച്ചിട്ടുള്ളത്. നമ്മളെടുത്ത എലാസ്റ്റിക്സ് ഇതുപോലെ അറേഞ്ച് ചെയ്ത് വെക്കണം. ഇനി ഒരു പീസ് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് റൗണ്ട് ഷേപ്പിൽ ഹുക്കിൽ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ അറേഞ്ച് ചെയ്ത് വെക്കാം. ഇനി ഇതിൻ്റെ പൊസിഷൻ മാറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ടേപ്പ് വെച്ചിട്ട് ഓരോന്നും ഒട്ടിച്ചു വെക്കുകയാണ് ഈ ത്രെഡ്സ് എല്ലാം. ഞാൻ ഇനി ഈ 2 കോസ്റ്റേഴ്സ് ജോയിൻ ചെയ്യാൻ പോവാണ്. അതിന് ഞാൻ ഗ്ലൂ ഇതിൻ്റെ ഇടയിൽ ആക്കി കൊടുക്കുകയാണ്. അതിനുശേഷം ഈ കോസ്റ്ററിന് ക്രോസ് ചെയ്തിട്ട് മിഡിൽ പോയിൻ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വരയ്ക്കുകയാണ്. നമ്മൾ മണ്ഡല ഗ്രിഡ് വരയ്ക്കുന്ന അതേ പ്രോസസ്സ് തന്നെയാണ് ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഫ്രം ദ മിഡിൽ പോയിൻ്റ് സർക്കിൾസ് വരയ്ക്കണം. നമുക്ക് ഇഷ്ടമുള്ള അത്രയും ഞാനിവിടെ 3 സർക്കിൾസാണ് വരയ്ക്കുന്നത്. സർക്കിൾസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ ഞാൻ ഗ്ലാസ്സസ് ഡിഫറെൻറ്റ് ഷേപ്സിലുള്ള ഗ്ലാസ്സസ് ഓൺലൈനിൽ മേടിക്കാൻ കിട്ടും, ഫാൻസി സ്റ്റോഴ്സിലൊക്കെ മേടിക്കാൻ കിട്ടും. ഡിഫറെൻറ്റ് ഷേപ്സിലുള്ള ഗ്ലാസ് പീസുകൾ ഇതുമ്പോൾ ഒട്ടിച്ചു കൊടുക്കാൻ പോകുന്നു. ഈ ആർട്ട് ഫോം ലിപ്പൻ ആർട്ട് ഫോം എന്നാണ് പറയുന്നത്. ഗുജറാത്തിൽ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റൈൽ ഓഫ് ആർട്ടാണ്. ആൻഡ് അവർ യൂസ് ചെയ്യുന്നത് ആക്ച്വലി മഡ് ഉപയോഗിച്ചിട്ടാണ്. കൗഡങ് മഡ് ഇതെല്ലാം യൂസ് ചെയ്തിട്ടാണ് അവർ ഈ ആർട്ട് ഫോം ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി ഞാൻ ഈ ഗ്ലാസ് ഒട്ടിച്ചു കഴിഞ്ഞു. ഓരോ ഗ്ലാസിൻ്റെ ഇടയിൽ കൂടി ഞാൻ 3D ലൈനർ യൂസ് ചെയ്തിട്ട് വൈറ്റ് കളർ 3D ലൈനർ യൂസ് ചെയ്തിട്ട് വരച്ചു കൊടുക്കാൻ പോകുന്നു. ഫസ്റ്റ് ലെയർ കഴിഞ്ഞു. ഇനി
നമ്മൾ അടുത്ത ലെയറിലോട്ട് കടക്കുന്നു. ഞാനിവിടെ ഇനി സർക്കിൾ ഷേപ്പുള്ള ഗ്ലാസ് പീസാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. 3D ലൈനേഴ്സ് പെട്ടെന്ന് ഉണങ്ങും, എന്നാലും ഇത് അറേഞ്ച് ചെയ്യുമ്പോൾ ടച്ച് ചെയ്യാണ്ട് നോക്കണം. ഇനി ഇതിനു മുമ്പ് ചെയ്ത പോലെ അതേപോലെ തന്നെ ഈ സർക്കിൾ ഷേപ്പിൽ ഞാൻ ഔട്ട്ലൈനർ വെച്ച് വരച്ചു കൊടുക്കുകയാണ്. ഇനി മിഡിലിൽ ഞാൻ ഒരു സർക്കിൾ ഷേപ്പിലുള്ള വലിയ ഗ്ലാസ് ഒട്ടിച്ചു കൊടുക്കുന്നു. ഇനി അതിന് ചുറ്റും ഡ്രോപ്സ് ഷേപ്പിലുള്ള ഗ്ലാസും ഒട്ടിച്ചു കൊടുക്കുന്നു. അതിൻ്റെ കൂടെ ഇനി ആദ്യം 3D ലൈനർ ഉപയോഗിച്ച് ഇതിൻ്റെ മിഡിൽ കൂടി ലൈൻ വരച്ചു കൊടുക്കും. ഒരു സൈഡ് ശരിയായി. ഇനി ഇതേപോലെ തന്നെ അടുത്ത സൈഡും നമ്മൾ ചെയ്യാൻ പോവുകയാണ്. ഇത്തവണ ഞാൻ മിഡിലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ അത് ഉണങ്ങേണ്ട പ്രശ്നമൊന്നും വരുന്നില്ല. ഇതാണ് മോർ ഈസി. പിന്നെ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് ഡിസൈനാണ്. നമുക്കത് ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള പോലെ ഡിസൈൻ ചെയ്യാം. സോറി, ക്യാമറ വെച്ചത് ഇത്തിരി തെറ്റിപ്പോയി. ഇപ്പം എല്ലാവർക്കും ഐഡിയ കിട്ടിക്കാണല്ലേ ഞാൻ എന്താ ഉണ്ടാക്കുന്നതെന്ന്. ഒരു വാൾ ഹാങ്ങിങ് എല്ലാവർക്കും ഈസി ആയിട്ട് വീട്ടിൽ ഇരുന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വാൾ ഹാങ്ങിങ്, ബ്യൂട്ടിഫുൾ വാൾ ഹാങ്ങിങ്. ഇതാണ് നമ്മുടെ എൻഡ് പ്രോഡക്റ്റ്. എങ്ങനെയുണ്ട്? ബ്യൂട്ടിഫുൾ അല്ലേ? എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റില്ലേ? ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.